ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. കൃത്രിമലിംഗം അഥവാ കൃത്രിമലിംഗം എന്ന് പറയുന്നതിനെ തെറ്റാണ്. കൃത്രിമലിംഗമല്ല, പെനൈൽ ഇംപ്ലാന്റ് അല്ലെങ്കിൽ പ്രോസ്തസിസ് എന്ന ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുവാൻ പോകുന്നത്. ലൈംഗിക ശേഷിക്കുറവിൻ്റെ അവസാനത്തെ ചികിത്സാ രീതിയാണ് പെനൈൽ ഇംപ്ലാന്റ് അഥവാ പ്രോസ്തസിസ് എന്ന് പറഞ്ഞാൽ സിലിക്കൺ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ദണ്ഡ് ഉപയോഗിച്ച് ലിംഗത്തിൻ്റെ കോർപ്പസ് കാവേർനസത്തെ അതിലേക്ക് കടത്തിവിടുന്നതും അതിന് ദൃഢത ഉണ്ടാക്കുന്നതുമാണ് പെനൈൽ പ്രോസ്തസിസ്. അപ്പോൾ ഇത് സിലിക്കണാണ്. നമ്മൾ സാധാരണ കമ്മലിടുന്ന പോലെയും മോതിരമിടുന്നത് പോലെയും ഒരു ആവരണം ഉള്ളിലിടുന്നു. ഇത് ഉള്ളിലിടുന്നതോടുകൂടി ലിംഗത്തിന് പഴയ രീതിയിലുള്ള ദൃഢത കൈവരിക്കുന്നു. ഇത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, എപ്പോഴും ലിംഗം ഉയർന്നു തന്നെ നിൽക്കുന്ന അവസ്ഥ, അത് മടക്കി വെക്കാൻ കഴിയുന്ന ടൈപ്പ്. അതിൽ തന്നെ സിൽവർ കൊണ്ടുള്ളതുകൊണ്ട് വളയ്ക്കണമെങ്കിൽ വളയ്ക്കാം, വളയ്ക്കണ്ടെങ്കിൽ വളയ്ക്കേണ്ട ആ രീതിയിലുള്ളത്. ഇത് വളയ്ക്കാനൊന്നും പറ്റില്ല, മടക്കി മാത്രം വയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ചെറിയ രീതിയിലുള്ള പ്രോസസ്സസ്. അത് സിലിക്കൺ മാത്രമാണ്, അതിനുള്ളിൽ സിൽവറിൻ്റെ ദണ്ടില്ല. ഇനി വേറെ രീതിയിലുള്ള 2 പീസ് 3 പീസ് അങ്ങനെ പോകുന്നുണ്ട്. അതിലേറ്റവും വലുത് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഇട്ടാൽ ലിംഗം ഉയർന്നു വരുന്നു, ഒരു വശത്ത് ഞെക്കിക്കഴിഞ്ഞാൽ മതി. മറ്റൊരു രീതിയിൽ ഞെക്കുകയാണെങ്കിൽ അത് ലിംഗം പഴയ രൂപത്തിലാവുന്നു. ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിന് പെട്ടെന്ന് കേട് വന്നു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റിയല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. ചെലവ് ഏറ്റവും ചെറുതിന് ശസ്ത്രക്രിയ അടക്കം ചെയ്തു വരുമ്പോൾ ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം വരാറുണ്ട്. 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ. അതിൻ്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും വലുതിന് ശസ്ത്രക്രിയ അടക്കം താമസം എല്ലാം അടക്കം 12 ലക്ഷം 13 ലക്ഷം രൂപ വരെ വരാറുണ്ട്. അപ്പോൾ ആർക്കാണ് ഇത് പ്രയോജനപ്പെടുന്നത്? ഞാൻ നേരത്തെ പല വീഡിയോകളിലും സൂചിപ്പിക്കുകയുണ്ടായി. ലൈംഗിക ചികിത്സയുടെ ആദ്യം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന ഘട്ടങ്ങൾ ചികിത്സിക്കുകയാണ്. അടിസ്ഥാന കാരണങ്ങൾ, അതായത് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം ചികിത്സിക്കലാണ്. അതിനുശേഷം അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നില്ലെങ്കിൽ ഗുളികകളിലേക്ക് പോകണം. അത് വയാഗ്ര പോലെയുള്ള അല്ലെങ്കിൽ സിഡ്നാഫില്, ന്യൂട്രാസ്യൂട്ടിക്കൽസ് അങ്ങനെയുള്ള ഗുളികകൾ നൽകണം. അതിൻ്റെ ശേഷം അതും പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അഥവാ അതിന് റിയാക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഞ്ചെക്ഷൻസ് നൽകും. ലിംഗത്തിനുള്ളിലേക്ക് ഇഞ്ചെക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും പരാജയപ്പെടുന്ന അവസ്ഥയിലാണ് ഈ നേരത്തെ പറഞ്ഞ പെനൈൽ ഇംപ്ലാന്റ് അഥവാ പ്രോസസ്സിലേക്ക് നമ്മൾ പോകാറുള്ളത്. ഇങ്ങനെ പ്രോസസ്സിലേക്ക് പോകുന്നത് കൊണ്ട് എന്താണ് ഗുണം കിട്ടുന്നത് വെച്ചാൽ ഒരു ലൈംഗിക ബന്ധം സാധ്യമാകും. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധം അവിടെ ഒരിക്കലും സാധ്യമാകില്ല. നാം ഒരു സ്ത്രീയെ കാണുമ്പോഴോ ലൈംഗിക ചിന്ത ഉടലെടുക്കുമ്പോഴോ ലിംഗം ഓട്ടോമാറ്റിക്കലി നൈസർഗികമായി ഉയർന്നു വരുന്ന ഒരവസ്ഥയുണ്ട്. അതിവിടെ നടക്കുന്നില്ല. ലിംഗത്തെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ സ്വിച്ച് ഇടണം, അല്ലെങ്കിൽ അത് എപ്പോഴും തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ഇജാക്കുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ എന്നാൽ കുട്ടികളുണ്ടാകുന്ന കാര്യത്തിലാണെങ്കിൽ പ്രോസസ് ഫിറ്റ് ചെയ്തതുകൊണ്ട് കുട്ടികളുണ്ടാകാതിരിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചില അസുഖങ്ങൾ വന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ക്യാൻസർ അങ്ങനെയുള്ള ചില അസുഖങ്ങളൊക്കെ വന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ലാത്ത അവസ്ഥ വരുമ്പോൾ മാത്രം ചെയ്യേണ്ട അറ്റകൈ അവസാന പ്രയോഗമാണ് പ്രോസസ്സസ്. അതേസമയത്ത് എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട്, അതായത് പരീക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് മരുന്ന് നൽകി ഫലപ്രദമല്ല, ഇഞ്ചക്ഷൻ നൽകി ഫലപ്രദമല്ല, അതിനുശേഷം മാത്രമാണ് പ്രോസസ്സിലേക്ക് പോകാവുള്ളൂ. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേതിന് പോകേണ്ട ഒരു കാര്യമല്ല. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ 10ഉം 65ഉം വയസ്സായി കഴിയുമ്പോൾ പുനർവിവാഹം നടത്താറുണ്ട്. അങ്ങനെ പുനർവിവാഹം നടത്തുന്ന വ്യക്തികൾക്ക് അവരുടെ ഭാര്യയുമായിട്ടുള്ള പ്രായ വ്യത്യാസം ചിലപ്പോൾ 25ഓ 30ഓ ഒക്കെ വ്യത്യാസം വരാറുണ്ട്. ഇത്തരം വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഗുളികയും വലിക്കില്ല, ഇഞ്ചക്ഷനും വലിക്കില്ല, ഒരു മാർഗവുമില്ലാതെ എല്ലാ വഴികളും അടയുന്ന ഒരവസ്ഥയിൽ പെനൈൽ പ്രോസസ്സ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പെനൈൽ പ്രോസസ്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ശരീരം അതിനെ അംഗീകരിക്കില്ല. നമ്മൾ കാതിൽ കമ്മലിട്ടാൽ പഴുക്കാറില്ലേ? കമ്മലിടാതിരിക്കാൻ അങ്ങനെ വീണ്ടും റിയാക്ഷൻ ആവുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് റിയാക്ഷൻ ആകുകയോ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ 2 ലക്ഷമാണോ മുടക്കി 2 ലക്ഷം പോവും, 12 ലക്ഷമാണ് 12 ലക്ഷം പോവും. വേറെ മാർഗ്ഗമൊന്നും അതിനകത്തില്ല. പിന്നെ അതുകൂടാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹമുള്ള രോഗികളിൽ മിക്കപ്പോഴും പ്രമേഹമായിരിക്കും ഈ ലൈംഗിക ശേഷിക്കുറവിൻ്റെ തന്നെ കാരണം. അങ്ങനെ ലൈംഗിക ശേഷിക്കുറവിൻ്റെ കാരണം പ്രമേഹം ആവുന്നതുകൊണ്ട് ഇവർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പ്രോസസ്സ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നല്ലവണ്ണം പ്രമേഹം കുറയ്ക്കേണ്ടത് ഉണ്ട്.
അത് ഇൻസുലിൻ അങ്ങനെയുള്ള ചികിത്സകൾ നൽകി പ്രമേഹം കുറച്ചതിന് ശേഷം ഇംപ്ലാന്റ് ഫിറ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും ചിലപ്പോൾ പ്രമേഹം കൂടി പോവുകയാണെങ്കിൽ ഇതിനകത്ത് റിയാക്ഷൻ വരികയും അതുപോലെ അണുബാധ ഉണ്ടാകുകയും അത് റിമൂവ് ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യത പെനൈൽ പ്രോസസ്സ് ഫിറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ട്. എന്നിരുന്നാലും കരുതലോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പെനൈൽ പ്രോസസ്സ് ഫിറ്റ് ചെയ്യുന്നത് ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ലൈംഗിക ബന്ധം ആസ്വദിക്കാൻ കഴിയുന്നു. സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെന്ന് മാത്രം. ലൈംഗികമായിട്ടുള്ള ചികിത്സയിലെ ഏറ്റവും അവസാന പടിയാണ്, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ശേഷിക്കുറവിൻ്റെ അവസാന പടിയാണ് പെനൈൽ പ്രോസസ്സ് അഥവാ ഇംപ്ലാന്റ്. ഈ ഇംപ്ലാന്റ് പല ആശുപത്രികളിലും നല്ല രീതിയിൽ ഇന്ന് കേരളത്തിൽ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാംഗ്ലൂർ, ബോംബെ എന്നിവിടങ്ങളിലും ഇത് നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും ശേഷിക്കുറവോ ശീഘ്രസ്ഖലനമോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളതിന് ചികിത്സിക്കുന്നതാണ്. ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ISRM എന്ന് വാട്സപ്പ് ചെയ്യുക. 7902700700. ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി അയച്ചു നൽകുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.